കേരളത്തിൽ മാത്രം ഇപ്പോഴും നേരം വെളുക്കാത്ത ആളുകളെ ഇതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാല് അരുണിമയുടെ ഈ ഒരു വീഡിയോ ആകപ്പാടെ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ വിട്ട ഒരു പോസ്റ്റാണ്. കേരളത്തിലെ നേരം വെളുക്കാത്ത ആളുകൾ ഇതൊക്കെ ഇപ്പോഴും ഒരു വലിയ വലിയ ചർച്ചയാക്കി മാറ്റുന്നു. ശരിയാണ്. ഇത് വളരെ ഒരു ഫേമസ് ആയ സ്ഥലവും ലോകത്തിലെ പല ഭാഗത്തു നിന്ന് ആളുകൾ ദിനംപ്രതി ഇവിടേക്ക് മസാജിന് വരുന്നതുമൊക്കെ ഉള്ളത് തന്നെയാണ്. 90% ആളുകളും ഇത്തരം ഒരു സംഗതി ഉള്ളതായിട്ട് അറിയുന്നത് അരുണിമയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. അത് വേറെ സത്യം. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ ഓപ്പോസിറ്റായിട്ട് പല കമൻറ്റുകൾ എഴുതി വിടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി ഉണ്ട്. അരുണിമ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യണത് ഇത്രക്കും വലിയ ടാസ്ക് വീഡിയോകൾ അല്ലേ, ഓരോ നാടുകളിൽ ഓരോ കാട്ടും കൂടിയും അതിലും ഇന്ത്യയിലൊക്കെ പോയി നടന്ന് വീഡിയോ വളരെ കഷ്ടപ്പെട്ട് ഒരു യാത്രാപ്രേമിയാണ്. യാത്ര അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ല മോശമായ പെരുമാറ്റവും എവിടെന്നെങ്കിലും നേരിട്ടിട്ട് അതിന് ശേഷം ലൈവിൽ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അരുണിമ യാത്ര ചെയ്യാൻ. ഇത്തരത്തിൽ വലിയ മോശമായ സംഗതികളും നേരിട്ടതിന് ശേഷം ലൈവിൽ വന്നിട്ട് കരഞ്ഞാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്നത് വേറൊരു സത്യമാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഒരു നിലക്കും വിടില്ല. കാരണം ഒറ്റയ്ക്കുള്ള യാത്ര അത്ര നല്ലതല്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിലെ ഒരു ലേഡി ബ്ലോഗർ ജോർദാനിൽ വെച്ചുണ്ടായ ഒരു അനുഭവം, ഒരു മോശമായ രീതിയിൽ ഒരാൾ പെരുമാറിയപ്പോൾ പിന്നീട് ലൈവിൽ വന്ന് കരഞ്ഞിട്ട് ആരാ സപ്പോർട്ട് ചെയ്തത്? ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യില്ല. ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നല്ലതാണ്. യാത്രകളൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, അത് അവരുടെ ഒരു ഫാഷനാണ്. പിന്നെ വേറൊരു സത്യമെന്ന് പറഞ്ഞാൽ ആരെന്ത് എതിർത്ത് എത്ര ബാഡ് കമൻറ്റ് ഇട്ടിട്ടും കാര്യമില്ല. കാരണം അരുണിമ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോണില്ല. അരുണിമ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോണില്ല. അവരുടെ ലക്ഷ്യം യാത്രകളാണ്, മരണം വരെ യാത്രകളാണ്. അരുണിമ അങ്ങനെ തന്നെ പോവുള്ളൂ. അങ്ങനെ തന്നെ പോട്ടെ. കാരണം അത് അവരുടെ ഒരു പ്ലാനാണ്, അവരുടെ ഒരു ഹോബിയാണ്. അതങ്ങനെ തന്നെ പോകട്ടെ. പക്ഷെ അരുണിമ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത് വല്ല മോശമായ പെരുമാറ്റങ്ങളൊക്കെ എവിടുന്നെങ്കിൽ നേരിട്ടിട്ട് ലൈവിൽ വന്ന് സംസാരിച്ചാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളികൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ തന്നെ കാരണം ചില ആൾക്കാർ അരുണിമ ഇങ്ങനെ എതിർത്ത് വേണ്ട കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ എഴുതി കൂട്ടുന്നുണ്ട്. അതിൻ്റെ ബേക്കിൽ ഓരോരുത്തരും കാണപ്പെടുന്ന സംഗതികൾ ഇതൊക്കെ തന്നെയാണ്. അരുണിമ ശ്രദ്ധിക്കുക. ചില യാത്രകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ. നല്ല മോശമായ പെരുമാറ്റങ്ങളും നേരിട്ടാൽ, കാരണം ഒറ്റയ്ക്കുള്ള യാത്രകളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. വളരെ ടാസ്ക്കാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ. അത് വിദേശത്ത് ഓരോ അന്യ രാജ്യത്തുള്ള ഓരോ ആൾക്കാരെ കൂടെ ഇങ്ങനെ കാട്ടുകൂടിയും പറമ്പക്കൂടിയും പോകുമ്പോൾ വല്ല മോശമായ പ്രവൃത്തികൾ നേരിട്ടതിന് ശേഷം വന്ന് ലൈവിൽ പറഞ്ഞാൽ ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യില്ല. അന്നേരം ഡബിൾ സ്ട്രോങ് ആയിട്ട് ആൾക്കാർ വീണ്ടും വരും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ കമൻറ്റ് ബോക്സിലും കാണപ്പെടുന്നത്. പിന്നെ ഓരോ ഡ്രസ്സ് കോഡും അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് വേറെ കമൻറ്റുകൾ വരുന്നത്. അരുണിമയുടെ ഫാഷൻ അങ്ങനെയാണ്, അവളെ സ്റ്റൈൽ അങ്ങനെയാണ്. അവളെന്താണോ കണ്ടത്, അവൾക്ക് എന്താണോ ഹാപ്പിയായി തോന്നുന്നത് അതൊക്കെ അവൾ ധരിക്കണ്, കഴിക്കണ്, നടക്കണ്. അതാണ്. അതിലിപ്പോൾ മാറ്റങ്ങൾ വരാൻ പോകണമെന്നില്ല. ആരൊന്നും എതിർത്തിട്ടും കാര്യമൊന്നുമില്ല. അരുണിമ എന്താണോ അരുണിമ അതേ റൂട്ടിലേ പോകണുള്ളൂ. അപ്പോൾ നോക്കുക, മലയാളികളാണ് ഏത് വീഡിയോ ഇട്ടാലും നല്ലതും ആകാത്തതൊക്കെ പച്ചയായി വിളിച്ചു പറയും. അതിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒറ്റക്കുള്ള യാത്രകൾ ചെയ്യുമ്പോൾ അത്ര സേഫ് അല്ല. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ലൈവിൽ വന്നാൽ ഓരോ മലയാളിയും സപ്പോർട്ട് ചെയ്യില്ല എന്നത് വേറെ സത്യം. ഏതായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.